അമ്മേ, അമ്മേ. അമ്മേ, എന്റെ ഗോപു ആദ്യമായിട്ടൊരു നാഷണൽ അവാർഡിന് അർഹനായിരിക്കുകയാണ്. അതെയോ? ഒരിക്കലും മറക്കാനാവാത്തൊരു പ്രസന്റായി എന്റെ ഗോപു അംഗീകാരം സ്വീകരിക്കുന്നത് എനിക്കൊന്ന് കാണണം. പക്ഷേ അതിനു മുമ്പ് അവന് എന്റെ കൈകൊണ്ട് വില മതിക്കുന്ന ഒരു സമ്മാനം കൊടുക്കണം. ഒരു പക്ഷേ ഇനി എനിക്കതിന് സാധിച്ചില്ലെങ്കിലോ? അമ്മേ, ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് ഇപ്പൊ വരാം അമ്മേ. ഹലോ, എന്ത്? എപ്പോ? ഹലോ ഹലോ. ഡോക്ടർ പേടിച്ചു പോയി. ഞാനാണ് വിഷ്ണു. ആ, എന്താ വിഷ്ണു ഈ ആ സമയത്ത്? ഇരിക്കേ. ഒരു പ്രധാന കാര്യമുണ്ട്. അതാണ് ഞാൻ ഈ സമയത്ത് വന്നത്. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. എന്തിന്? പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ 2 കണ്ണുകളും എൻ്റെ ഗോപുവിന് കൊടുക്കാനുള്ള ഒരു സമ്മതപത്രം. ഇത് ഡോക്ടറെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. നാളെ ഒരു പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിലോ? അതെന്താ, നാളെ നീ മരിക്കാൻ പോവാണോ? അത് മനുഷ്യാവസ്ഥയല്ലേ ഡോക്ടറെ, സംഭവിച്ചൂടെ? നീ എന്താ നിന്റെ കറുത്ത സൂര്യന്റെ സ്വപ്നം കണ്ടോ? കണ്ടെന്ന് കൂട്ടിക്കോ. മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഡോക്ടർ. എൻ്റെ കണ്ണാണ് ഗോപുവിന് കൊടുക്കുന്നതെന്ന് ഒരു കാരണവശാലും അവൻ അറിയരുത്. ഗോപു അറിഞ്ഞ എൻ്റെ കണ്ണ് മാറ്റി അവന് കൊടുക്കാൻ അവൻ സമ്മതിക്കില്ല. വിഷ്ണു, നീ വേണ്ടാത്തൊന്നും ചിന്തിക്കാം. ഇപ്പൊ പോയി കിടന്നുറങ്ങാൻ നോക്ക്. താങ്ക് യു. എനിക്ക് ഉറക്കം വരും. ശരി ഡോക്ടർ. ഡോക്ടർ, ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. നമ്മുടെ വിഷ്ണു ആണ്. വിഷ്ണു? വിഷ്ണു അല്പം മുമ്പ് കൂടെ വന്ന് എന്നോട് സംസാരിച്ചു പോയതാണല്ലോ. ഐസിയുലാക്കിയിട്ടുണ്ട്. ഒന്നകത്തേക്ക് വരൂ, എനിക്ക് സംസാരിക്കാം. ഇരിക്കും. എന്തായി ഡോക്ടർ? ഒന്നും പറയാനായിട്ടില്ല. ബ്രെയിനിൽ വല്ലാതെ ബ്ലഡ് കൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ BP ലോ ആയതുകൊണ്ട് പൾസ് വളരെ വീക്കാണ്. നിങ്ങൾ അവൻ്റെ അച്ഛനും അമ്മ ആയതുകൊണ്ടും ഞാൻ അവനെ അറിയാവുന്ന ഡോക്ടർ ആയതുകൊണ്ടും ഞാൻ ഓപ്പണായിട്ട് പറയാം, വിഷ്ണുവിന് ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യത. ഡോക്ടർ, ഞങ്ങൾക്ക് 2 പേർക്കും ആകെയുള്ളൊരു മകനാണ്. എന്റെ വിഷ്ണുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. ഈ ലോകത്തിലെ ഏത് വലിയ ചികിത്സ വേണേലും കൊടുക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? പണം ഒരു പ്രശ്നമല്ല ഡോക്ടർ. റിലാക്സ്, റിലാക്സ്. തമ്പി സർ, ലക്ഷങ്ങൾ ചിലവഴിച്ചാൽ വലിയ ചികിത്സ കിട്ടിയേക്കാം. ബട്ട് നമുക്ക് അവന്റെ ജീവൻ തിരിച്ചു കിട്ടണ്ടേ?
സോറി സാർ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഐ എം സോറി. പിന്നെ വിഷ്ണു എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ സമയത്ത് എങ്ങനെയാ നിങ്ങളോട് പറയാ? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല. അവന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവന്റെ 2 കണ്ണും ഗോപുവിന് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഛേ, നിങ്ങളൊരു ഡോക്ടറാണോ? എങ്ങനെ ഈ സമയത്ത് ഞങ്ങളോട് ഇതൊക്കെ പറയാൻ കഴിയുന്നു? അവനെ രക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു ഡോക്ടറാണോ ഈ പറയുന്നത്? സോറി സോറി, നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ലോകത്ത് ഒരച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാനും ആവില്ല. ബട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഗോപുവിനെ പോലെ ഇരുൾ മൂടിയ ജീവിതത്തിൽ ഒരല്പം വെളിച്ചം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് നമ്മുടെ ഈ ലോകത്ത്. ഇന്ന് നിങ്ങൾ ഇതിന് സമ്മതിച്ചാൽ ഗോപുവിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമായില്ലേ? മാത്രമല്ല, ഗോപുവിൽ കൂടി വിഷ്ണുവിന്റെ കണ്ണുകളെങ്കിലും ജീവിക്കില്ലേ? ആ, പിന്നെ മറ്റൊരു കാര്യം, ഈ വിഷയം ഗോപു ഒരിക്കലും അറിയാൻ ഇടവരരുത്. വിഷ്ണുവിന്റെ കണ്ണാണ് അവന് ട്രാൻസ്പ്ലാന്റ് ചെയ്തതെന്ന് അറിഞ്ഞാൽ ഗോപു ഒരിക്കലും സമ്മതിക്കില്ല. അതുകൂടി ഒന്ന് മനസ്സ് വെക്കണം. വിഷ്ണു, എന്റെ വിഷ്ണുവിന് എന്ത് പറ്റി? വിഷ്ണു, മോനെ ഗോപു, വിഷ്ണു, മോനെ എന്റെ ഗോപു, വിഷ്ണു. നമ്മുടെ വിഷ്ണു. അമ്മ, അമ്മ, എന്റെ വിഷ്ണു എന്താ പറ്റിയത്? എവിടെ അവൻ? ഞാൻ അവന്റെ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടോട്ടെ. പറയാമ, എന്റെ വിഷ്ണു എവിടെ? അമ്മ, എന്റെ വിഷ്ണു. വിഷ്ണു, വിഷ്ണു, നിനക്ക് എന്താടാ പറ്റിയത്? വിഷ്ണു, എന്താ നീ ഒന്നും മിണ്ടാത്തെ? വിഷ്ണു, എന്തിനാ ഗോപു കരയണത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു ചെറിയ ആക്സിഡന്റ് അല്ലേ. വിഷ്ണു, എന്റെ വിഷ്ണു സംസാരിച്ചോ? നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? ഇല്ല, എന്റെ വിഷ്ണുവിനൊന്നും പറ്റിയിട്ടില്ല. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? നീ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കാറില്ലല്ലോ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും സംഭവിക്കേണ്ടത് സംഭവിച്ചല്ലേ പറ്റൂ. അതോർത്ത് നീ വിഷമിക്കണ്ട. ഇതെല്ലാം നല്ലതിനാണെന്ന് മാത്രം ആശ്വസിക്കൂ ഗോപു. നീ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. നിനക്ക് ദൈവം ഒന്നും വരുത്തില്ല വിഷ്ണു. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. നിനക്കൊന്നുമില്ലെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. നീ എൻ്റെ അടുത്തിരിക്കൂ ഗോപു. നീ എങ്ങും പോണ്ട. ഞാനിപ്പോൾ വരാം. ഡോക്ടറെ കണ്ടിട്ട് ഉടനെ വരാം. വിഷ്ണു എന്നോട് സംസാരിച്ചു ഡോക്ടർ. ഓഹോ, ഇപ്പം എന്താ ഗോപന് വേണ്ടത്? ഡോക്ടർ, വിഷ്ണുവിനൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്ക് ആശ്വാസമായി. ഒരു ചെറിയ ആക്സിഡന്റ് അല്ലേ ഡോക്ടർ? അവനെ എപ്പോഴാ ഡിസ്ചാർജ് ചെയ്യുന്നത്? അത് തീരുമാനിച്ചിട്ടില്ല. സർ, ഗോപുവിന് ഐ ഡോക്ടർ വിളിക്കുന്നു. ആ, ഡോക്ടർ എവിടെയാ? ഗോപു വന്നോളൂ, ഡോക്ടർ ഒപ്പിയിലുണ്ട്. ഗോപുവിന് കാഴ്ച ലഭിക്കാനുള്ള സമയമായി. അതിനുവേണ്ടി ഒരു പേഷ്യൻ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു.
അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും ഗോപുവിന് ദാനം ചെയ്യാൻ വേണ്ടി. അത് ഉടനെ നടക്കും. അപ്പോ എനിക്കെന്റെ വിഷ്ണുവിനെ കാണാനുള്ള സമയമായി അല്ലേ ഡോക്ടർ? ഉം. എനിക്ക് സന്തോഷമായി. എൻ്റെ വിഷ്ണുവിനെ കാണാൻ സാധിക്കുമല്ലോ. ആ മോനെ, ആ ഡോക്ടർ എന്താ പറഞ്ഞത് മോനെ? വിഷ്ണുവിനൊന്നും പറ്റിയിട്ടില്ല അച്ഛാ. അമ്മ കരയണ്ട. നമ്മുടെ വിഷ്ണുവിന് ദൈവം ഒന്നും വരുത്തില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞു അവനെ ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. അതിനിടയ്ക്ക് ഐ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു രോഗി വന്നിട്ടുണ്ടെന്ന്, കണ്ണുടനെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന്. അപ്പോ ഉടനെ എനിക്ക് കാഴ്ച കിട്ടിയ എന്റെ വിഷ്ണുവിനെ എനിക്ക് കാണാലോ. അതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ഞാൻ നേരത്തെ വിഷ്ണുവിനോട് ഒത്തിരി സംസാരിച്ചിട്ടാ ഡോക്ടറെ കാണാൻ പോയത്. എന്റെ ഗോപു വിഷ്ണുവിനോട് നേരിട്ട് സംസാരിച്ചെന്നോ? അതെ അമ്മേ, വിഷ്ണുവിനോട് കുറെ നേരം സംസാരിച്ചു. അവൻ എന്നെ ഉടനെ കാണണമെന്നും പറഞ്ഞു. ഞാനൊന്ന് പോയി നോക്കട്ടെ. അമ്മയച്ഛനും വിഷമിക്കണ്ട, നമ്മുടെ വിഷ്ണുവിന് ഒന്നും സംഭവിക്കില്ല. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. വിഷ്ണു 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 ഗോപു ഡോക്ടറെ കണ്ടോ? കണ്ടു. ഐ ഡോക്ടറെയും കണ്ടു, സർജനെയും കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞു. ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ വിഷ്ണു, വലിയ പരിക്കൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ വിഷ്ണു, ഐ ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് കണ്ണു തരാൻ വേണ്ടി ഇവിടെ ഒരു രോഗി വന്നിട്ടുണ്ടെന്ന്. അപ്പോ എനിക്ക് ഉടനെ കാഴ്ച കിട്ടിയ എൻ്റെ വിഷ്ണുവിനെ എനിക്ക് കാണാമല്ലോ. അതിനുവേണ്ടി മാത്രം വിഷ്ണു ഞാൻ കണ്ണിൻ്റെ ഓപ്പറേഷൻ നടത്താമെന്ന് സമ്മതിച്ചത്. ഹൃദയം കൊണ്ട് എന്നെ കാണുന്ന ഗോപു എത്രയോ സ്നേഹസമ്പന്നനാണ്. എന്നെ ഒരു നോക്ക് കാണാൻ വെമ്പിക്കൊണ്ടിരിക്കുന്ന നിന്റെ കണ്ണുകളുടെ ഉടമയും പരിശുദ്ധനാണ് ഗോപു. എന്നും പ്രകാശിക്കുന്ന സൂര്യനോളം തിളക്കമുള്ള ആ കാഴ്ചകൾ കൊണ്ട് നിനക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ആ വിഷ്ണു, എനിക്ക് ആദ്യമായി കാഴ്ച കിട്ടുന്ന ദിവസം നീ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് ആദ്യം കാണേണ്ടത് ഈ സൂര്യനെയാണ്. ഈ വെളുത്ത സൂര്യൻ ഈ കറുത്ത സൂര്യൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരില്ല വിഷ്ണു. എന്നെ പറ്റിക്കല്ലേ, അപ്പോഴേക്കും എല്ലാം സുഖമാകും. ഈ സമയത്ത് എനിക്കൊരു പാട്ടുപാടി തന്നൂടെ? എൻ്റെ വിഷ്ണുവിന് ഒരു പാട്ടല്ല, 1000 പാട്ടുകൾ ഞാൻ പാടിത്തരും.